ഈ കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്ത് വീഴ്ചയോ കുറവോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ അത് മൊത്തം കേന്ദ്രത്തിൻ്റെ തലയിലേക്ക് തള്ളിവിടുമെന്നും പക്ഷേ കേരളത്തിൽ എന്ത് നേട്ടമുണ്ടെങ്കിലും അതൊക്കെ തങ്ങൾ ചെയ്തതാണെന്നുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിരം ശൈലി എന്നാണ് NK പ്രേമചന്ദ്രൻ MP പറയുന്നത്. ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഘിയാക്കപ്പെടുമെന്നും സംഘിയായിട്ട് നമ്മളെ മാറ്റുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആശാ വർക്കർമാരുടെ സമരത്തിൽ സുരേഷ് ഗോപി പോയി പങ്കെടുത്തതിനെ ചൊല്ലി ആശാ വർക്കർമാരിൽ പകുതി പേരും BJP-ക്കാരാണ് എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടും CPM ഒക്കെ പറഞ്ഞു വരുത്തുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഫണ്ടിൻ്റെ ചില കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം കൊടുക്കാനുള്ള ഫണ്ടിൽ നിന്ന് 800 കോടി രൂപ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞുവെന്നും ഇതിൽ സംസ്ഥാന സർക്കാർ കണ്ണടക്കിയാണെന്നൊക്കെയാണ് NK പ്രേമചന്ദ്രൻ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കേന്ദ്രം കൊടുക്കുന്നത് പോലും പറയാതെ എല്ലാം കൊടുക്കുന്നത് കേന്ദ്രമാണെന്നൊരു വിഭാഗം പറയുമ്പോൾ എല്ലാം ചെയ്യുന്നത് ഞങ്ങളാണെന്ന് സംസ്ഥാന സർക്കാരും പറയുന്നുണ്ട്. ഈ യഥാർത്ഥ കാര്യങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്താ തോന്നുന്നത്? അല്ല, ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ് ശരിക്കും. കാരണം BJP പറയും കേരളത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. CPM പറയും കേരളത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് CPM സർക്കാർ മാത്രമാണ് ചെയ്യുന്നത്. ആ വെർഷന് മാറ്റം വരേണ്ട ഒരു കാലമാണ് ശരിക്കും. അത് മാറണം. അത് മാറിയില്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം എന്ന് പൊതുസമൂഹത്തിന് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇവർ രണ്ടുപേരും പറയുന്നതിൽ സത്യമുണ്ട്, അതേപോലെ തന്നെ അസത്യമുണ്ട്. എന്നുവെച്ചാൽ ഇവർ രണ്ടു കൂട്ടരും പറയുന്നത് അർദ്ധസത്യങ്ങളാണ്. കാരണം കുറേ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു അർദ്ധ ഫെഡറൽ സ്വഭാവമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. പലരും അതൊന്നും അംഗീകരിക്കില്ല എങ്കിൽ പോലും നമ്മുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ കോസി ഫെഡറലാണ്. അപ്പോൾ ഈ കോസി ഫെഡറൽ ക്യാരക്ടർ ഉള്ള ഏത് രാജ്യവും നമ്മൾ നോക്കിയാൽ ഒരു കേന്ദ്ര സംവിധാനം ഉണ്ടാകും ഭരണത്തിന്, അതേപോലെ തന്നെ സംസ്ഥാന ഭരണ സംവിധാനം ഉണ്ടാകും. ഇത് രണ്ടുപേരും കൂടിയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പൂർത്തീകരിക്കേണ്ടത്. ഇപ്പോൾ സംസ്ഥാനത്തു നിന്ന് ഒരുപാട് നികുതിയൊക്കെ പിരിച്ച് കേന്ദ്രം കൊണ്ടുപോകുന്നുണ്ട്. ആ കൊണ്ടുപോകുന്ന നികുതിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അർഹതപ്പെട്ട ഭാഗമാണ് സംസ്ഥാനങ്ങൾക്ക് അവർ പലതരത്തിലുള്ള ഫണ്ടുകളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇത് കൃത്യമായിട്ട് ജനങ്ങളോട് തുറന്നു പറയാനായിട്ട് തയ്യാറാവണം. എങ്കിൽ മാത്രമേ സത്യം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവൂ. പക്ഷേ എന്തുകൊണ്ട് അത് തുറന്നു പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയം കൊണ്ട് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഈ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് വസ്തുതകളെ മറച്ചു വെക്കുന്നതിനുള്ള വലിയ മറക്കുടയെ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. കാരണം ആര് പറയുന്നതിലാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റ്, ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വ്യാഖ്യാനിക്കുകയും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അതെല്ലാം അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. കക്ഷി രാഷ്ട്രീയമാണ് എല്ലാത്തിനും നിയന്ത്രിക്കുന്നത്. കക്ഷി രാഷ്ട്രീയം യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ കാണുന്നതിൽ നിന്ന് ആളുകളെ മാറ്റുന്നു. എന്നുവെച്ചാൽ എല്ലാവരും ഒരു കണ്ണട വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. ആ കണ്ണടയിലൂടെ നോക്കുന്ന സമയത്ത് അവരുടെ പാർട്ടി മാത്രമാണ് ശരിയെന്നും മറ്റൊക്കെ തെറ്റാണെന്നും പറയുകയാണ്. അത് വളരെ കൂടുതലും ശക്തമായിട്ടുള്ള രീതിയിലും നിർവഹിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലാണ് പ്രേമചന്ദ്രൻ്റെ ഈ പ്രസ്താവനയെ നമ്മൾ പരിശോധിക്കേണ്ടത്. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പിണറായി സർക്കാരും അതുപോലെ തന്നെ അതിനെ അനുകൂലിക്കുന്നതായിട്ടുള്ള ആളുകളും അവരെ മുഴുവനും കൂടി അദ്ദേഹം കൊടുത്തൊരു പേരാണ് പിണറായി സർവകലാശാല. അതിൽ പഠിച്ച ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ CPM സഹാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രേമേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രേമേന്ദ്രൻ സ്വാഭാവികമായിട്ട് UDF-ൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ. പ്രേമേന്ദ്രൻ പറയുന്നതായിട്ടുള്ള സത്യങ്ങൾ പോലും സത്യങ്ങളായിട്ട് ആളുകൾ തിരിച്ചറിയാതെ പോകുന്നത് പ്രേമേന്ദ്രനെ കാണുന്നത് UDF പ്രതിനിധി എന്ന നിലക്ക്. അങ്ങനെ പാടില്ല. ശരി, നമ്മളുടെ ഒരു പാർലമെൻറ്റ് അംഗം, ഒരു MP, അദ്ദേഹം ആരായാലും BJP-ക്കാരനായാലും കോൺഗ്രസ്സുകാരനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായാലും അവരൊക്കെ പാർലമെൻറ്റ് അംഗം സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയും പാർലമെൻറ്റ് അംഗം കാണിക്കേണ്ട ഒരു നിഷ്പക്ഷത പുലർത്തുകയും ചെയ്യണം. അത് ചെയ്യുന്നില്ല, അതാരും ചെയ്യുന്നില്ല. വളരെ പ്രഗത്ഭമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള പ്രേമേന്ദ്രനെ പോലും ആളുകൾ കാണുന്നത് UDF-ൻ്റെ ഒരു മെഗഫോൺ എന്ന നിലക്ക്. അത് മാറുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു MP ഒന്ന് സംസാരിച്ചാൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ മെഗഫോണാണ്. CPM-ൻ്റെ MP ഒന്ന് സംസാരിച്ചാൽ CPM-ൻ്റെ മെഗഫോണാണ്. BJP-യുടെ ഒരു MP സംസാരിച്ചാൽ BJP-യുടെ മെഗഫോണാണ്. അത് മാറണം. അത് മാറേണ്ടത് ഒരാവശ്യമാണ്. മന്ത്രിമാർ, മുഖ്യമന്ത്രി. അവിടെ ഒരു സംശയം, ഈ കേന്ദ്രത്തിലെ ഗവൺമെൻറ്, അതായത് ഇപ്പോൾ BJP ആണ് കേന്ദ്രത്തിലുള്ളത്, പക്ഷേ കേരളത്തിൽ CPM ആണുള്ളത്.
എന്നാലും സർക്കാർ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളുടേതാണ്. കേന്ദ്രത്തിലെ സർക്കാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം സർക്കാരാണ്. പക്ഷേ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പുറത്ത് ഈ കേന്ദ്ര സർക്കാർ തന്നെ മോശമാണ്, സർക്കാരേ ശരിയല്ല, സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം ഞങ്ങൾ അംഗീകരിക്കില്ല, ഇനിയിപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ സർക്കാരേ ശരിയല്ല, ആ ഒരു നയം വരുമ്പോൾ അത് ദേശീയതയ്ക്കും സംസ്ഥാന താല്പര്യത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് പൊളിറ്റിക്സിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറേണ്ടത് ആവശ്യം. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ലീഡേഴ്സിനെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്റ്റാൻഡ് പ്രസൻറ്റ് ചെയ്യാം. മന്ത്രിമാർ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി അവരുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പ്രഖ്യാപിക്കലല്ല, പകരം ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് പ്രഖ്യാപിക്കാം. അപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPയുടെ പ്രധാനമന്ത്രിയും കേരളത്തിൻ്റെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അതിവിടെ നടക്കുന്നില്ല. അത് നടക്കാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ ഈ കാര്യത്തിൽ ഇത് ജനങ്ങളുടെ മുഴുവൻ സർക്കാരാണ് എന്ന് പറയുന്ന അഭിപ്രായത്തിന് പോലും പ്രസക്തിയില്ലാതാക്കി മാറ്റുകയാണ്. അണികളാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സൗജന്യമായിട്ട് സർക്കാർ സൗജന്യമല്ല, അല്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യമല്ലേ, കേരള സർക്കാരിൻ്റെ സൗജന്യമല്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരാണ്. നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ടതായ പലതും തരാനായിട്ട് ബാധ്യസ്ഥരായ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനമാണ് സർക്കാർ എന്ന് ജനങ്ങൾ വിശ്വസിക്കാനാണ് തുടങ്ങുന്നത്. നമുക്കറിയാം എന്താണ് കർഷകർക്ക് സൗജന്യങ്ങൾ നൽകുന്നു, പെൻഷൻ നൽകുന്നു. ഇതൊക്കെ BJPയുടെ ആളുകളൊക്കെ പറയുന്നത് BJP ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് നൽകുന്നതാണ് എന്നാണ്. CPM പറയുന്നത് വെച്ചാൽ അത് പിണറായി വിജയൻ നൽകുന്നതാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നൽകുന്നത്. അതല്ല, ഇത് നമ്മുടെ ഗവൺമെൻറ്റാണ്. നമ്മൾക്ക് തരേണ്ടതായിട്ടുള്ള ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യം, ആശാ വർക്കർമാരുടെ സമരം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 7,000 രൂപയാണ് കിട്ടുന്നത്. 7,000 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബം പുലർത്താനായിട്ട് കഴിയും? അസാധ്യം. സ്വാഭാവികമായ ചോദ്യമാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഈ സർക്കാരിൻ്റെ മുന്നിലാണ് അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പ്രേരിതമായ സമരമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല. ആശാവർക്കർമാരുടെ പോലെ തന്നെയാണ് നമ്മളുടെ അംഗൻവാടി ടീച്ചർമാരുടെ സ്ഥിതി. അതെ, അവരും വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഞാനിതിനെക്കുറിച്ചൊക്കെ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, ഞങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആരാണ് അവതരിപ്പിക്കുന്നത്, മറ്റൊരു സമരവിനെ അതിന് വേണ്ടി വരെയായിരിക്കും എന്നാണ് എനിക്ക്. കാരണം സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ താഴെത്തട്ടിലായിട്ടുള്ള മനുഷ്യരെ വേണ്ടി ഇൻട്രാക്റ്റ് ചെയ്യുകയും അവർക്ക് മെച്ചപ്പെട്ടതായിട്ടുള്ള ജീവിത അവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ട് സംവിധാനമാണ് അംഗൻവാടിയും അതേപോലെ തന്നെ ഈ ആശാ വർക്കറും എന്ന് പറയുന്നത്. അംഗൻവാടി ടീച്ചറുടെ ജോലിയും ആശാ വർക്കറുടെ ജോലിയും ഒക്കെ സാധാരണക്കാരുടെ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മധ്യവർഗികൾക്ക് പോലും ഇവരൊന്നും ആവശ്യമില്ല. ആശാ വർക്കറുടെ ഒരു സഹായവും നമ്മുടെ ഈ പെറ്റി ബൂർഷ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മധ്യവർഗത്തിന് ആവശ്യമില്ല, അതിൻ്റെ മുകളിലുള്ളവർക്ക് ആവശ്യമില്ല. താഴെയുള്ളവരാണ് പ്രോലിറ്റേറിയൻസ്, ലംബൻ പ്രോലിറ്റേറിയൻസ്, അല്ലെങ്കിൽ വളരെ അധസ്ഥിതമായിട്ടുള്ള ജീവിത വ്യവസ്ഥയിൽ കഴിയുന്നതായിട്ടുള്ള ആളുകൾ, അവർക്കാണ് ഇവരുടെ സഹായം കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. പിന്നെ കിടപ്പ് രോഗികളുണ്ട് പല സ്ഥലങ്ങളിലും, അവർക്കൊക്കെ ഇവരുടെ സഹായം ആവശ്യമായിട്ട് വരും. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ ആശ്വാസം ആവശ്യപ്പെടുന്നതായിട്ടുള്ള ജനവിഭാഗത്തെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ആശാ വർക്കർമാരെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് സമൂഹമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതാണ്, ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ അംഗൻവാടി ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ കുട്ടികളാണ് അംഗൻവാടിയിൽ പോകുന്നത്. മിഡിൽ ക്ലാസ്സോ അപ്പർ ക്ലാസ്സോ അംഗൻവാടിയിൽ അവരുടെ കുട്ടികളെ പറഞ്ഞയക്കാറ് ഇല്ല. ശരിയാണ്. അതിന് പ്ലേ സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞ പേരിൽ ഉള്ള വളരെ പ്രൗഢമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേഷഭൂഷാദികളുള്ള സ്കൂളുകളിലേക്കാണ് അവരുടെ കുട്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു വിഷയം വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇവരൊക്കെ ഉയരുമ്പോൾ മാത്രമാണ്, ഇവർക്ക് മെച്ചപ്പെട്ട ജീവിത വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിന് മെച്ചപ്പെട്ട ഒരു ആരോഗ്യനിലയെക്കുറിച്ചും സാമൂഹ്യ നിലയെക്കുറിച്ചും ചർച്ച ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിന് പകരമായിട്ട് അത് രാഷ്ട്രീയത്തിൻ്റെ വാളുകൊണ്ട് വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ പുരോഗതിയായിരിക്കും യഥാർത്ഥത്തിൽ ബാധിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് സംസാരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ക്രിമിനലൈസേഷൻ്റെ ഒരു കാര്യം. തീർച്ചയായിട്ടും വളരെ ഗുരുതരമാണ്. അപ്പോൾ ആ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ താഴെത്തട്ടിലുള്ള സമൂഹത്തെ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു വ്യവസ്ഥയായിട്ട് നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥ മാറുന്നതുകൊണ്ട്.
പക്ഷേ അവിടെ ഒരു കാര്യം, അതായത് ആശാ വർക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ സമൂഹമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഇപ്പോൾ ഗർഭിണികളുടെ പ്രശ്നങ്ങൾക്ക് അവർ പോകുന്നു, ഈ വീട്ടിൽ കിടപ്പ് രോഗികളുടെ പ്രശ്നങ്ങൾ അവർ അന്വേഷിക്കുന്നു. ഇവരെ ഏറ്റവും കൂടുതൽ ഈ ആളുകളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളെന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആശാ വർക്കർമാരെ അവർ ഉപയോഗപ്പെടുത്താറുണ്ട് എന്നത് നഗ്നമായ സത്യമാണ്. അവർ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള തൊഴിലാളികളൊക്കെ ആയിരിക്കും, പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അവരെ ഉപയോഗിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളായി ഇവരതിൽ വരാറുണ്ട്, ഒക്കെ ശരിയാണ്. എന്നിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടും ഇവരൊന്നും തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഒരു നീതിക്ക് വേണ്ടി ഇവരോടൊപ്പം വലിയ തോതിൽ നിൽക്കുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമല്ലേ? അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് ആ വാർഡിലെ ആശാ വർക്കറെ അങ്ങ് പ്രസൻറ്റ് ചെയ്യണേന്ന്. അവർ പുഷ്പം പോലെ ജയിച്ചു വരും, ഏത് പാർട്ടിയായാലും. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വാർഡിൽ 500-ലധികം വരുന്നതായിട്ടുള്ള കുടുംബങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന വ്യക്തികളവരാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അതേപോലെ ഈ കുടുംബങ്ങളുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അതിൽ മെച്ചപ്പെട്ടവരുണ്ടാവും, അത്ര മെച്ചം കാണിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഇവർ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും മെച്ചപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കും, അവർ ജയിച്ചു വരും, അവർ പിന്നീട് ആ പാർട്ടിയുടെ വക്താവായിട്ട് മാർത്തീരാണ്. ഏത് പാർട്ടിയായാലും അങ്ങനെയാണ് മാറുന്നത്. എന്നുവെച്ചാൽ രാഷ്ട്രീയമായിട്ട് മേൽക്കൈയില്ലാത്ത വാർഡിൽ പോലും ഒരു പാർട്ടിക്ക് ജയിക്കാനായിട്ട് ഈ ആശാ വർക്കർ എന്ന് പറയുന്നത് വളരെ സഹായകരമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിനോട് എന്തുകൊണ്ട് ക്രിയേറ്റീവായിട്ട് രാഷ്ട്രീയ നേതൃത്വം പ്രവർത്തിക്കുന്നില്ല, പെരുമാറുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയം നമ്മളുടെ മുന്നിൽ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രേമേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന ഈ അഭിപ്രായം എന്ന് പറയുന്നത് പരിശോധിക്കുകയും അതേപോലെ തന്നെ അത് എല്ലാവർക്കും, പ്രേമേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പോലും അത് തീർച്ചയായിട്ടും അതിൻ്റെ ഇന്നത്തെ നിലനിൽക്കുന്നതായിട്ടുള്ള അവസ്ഥ പരിശോധിച്ച് ഈ നമ്മളുടെ MP, MLA, മന്ത്രി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി തുടങ്ങിയ ആളുകളൊക്കെ പൊതുസമൂഹത്തിൻ്റെ സ്വത്തായി മാറുകയും എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നവരായി മാറുകയും ചെയ്യും. ശരി.